നമസ്കാരം. CPM വല്ലാത്ത ആവലാതിയിലും ആശങ്കയിലുമാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യബോധമില്ലാതെ ചിലപ്പോൾ അലയുകയാവും ഇനി ഈ പാർട്ടിയും പാർട്ടിക്കാരും അണികളുമൊക്കെ. കാരണം എന്താണ്? ഈ പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. CPMന് ഇത് അഗ്നിപരീക്ഷയാണ് എന്ന് പറയപ്പെടേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജയം കൊണ്ട് മാത്രം പോരാ, ഇത്ര സീറ്റുകൾ തന്നെ വേണ്ടിവരും CPMന് ഒന്ന് പിടിച്ചു നിൽക്കാൻ. CPMന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് ഏറെ നിർണായകമാവുകയാണ്. പാർട്ടിക്ക് ബംഗാളും ത്രിപുരയും ഒക്കെ നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ ദേശീയ തലത്തിൽ ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമായി CPM മാറി. ഇത്തവണ കേരളത്തിലടക്കം തോറ്റാൽ ദേശീയ പാർട്ടി പദവി തന്നെ CPMന് നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റ് നേടിയാൽ CPMന് വേണമെങ്കിൽ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം. പക്ഷേ ഒട്ടും എളുപ്പമല്ല ഈ ടാസ്ക് എന്ന് പറയപ്പെടുന്നത്. പശ്ചിമ ബംഗാളും ത്രിപുരയും അവരുടെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്ന നിലയിലാണ്. അവിടെയൊന്നും ഇപ്പോൾ ഈ പാർട്ടിയേ ഇല്ല, പാർട്ടിക്കാരുമില്ല. കേരളമല്ലാതെ കുറച്ചെങ്കിലും സാധ്യത പാർട്ടിക്കുള്ളത് തമിഴ്നാട്ടിൽ മാത്രമാണ്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് പറയപ്പെടുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ, അസാധ്യമാണ്. ബംഗാളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷ CPM നേതൃത്വത്തിന് ഉണ്ട് എങ്കിൽ കൂടിയും അതും നടക്കാൻ പോകുന്നില്ല. അതേസമയം കേരളത്തിൽ CPM ഇത്തവണ ഏറ്റവും ശക്തരെ തന്നെ ഇറക്കിയിരിക്കുന്നത് പോലും കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കുവാൻ കൂടിയാണ് എന്നുള്ളതാണ് വസ്തുത. സ്വതന്ത്ര കൂടി ഇത്ര പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥിയായുള്ള ജോയ്സ് ജോർജ് ഇത്തവണ മത്സരിക്കുന്നത് CPM ചിഹ്നം തിരഞ്ഞെടുത്തുകൊണ്ടാണ്. 2014-2019 വർഷങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചിഹ്നങ്ങളിലായിരുന്നു ഈ ജോയ്സ് ജോർജ് അവിടെ മത്സരിച്ചു കൊണ്ടിരുന്നത്. അങ്ങ് ഇടുക്കിയിൽ. പൊന്നാനിയിലാണെങ്കിലോ പൊന്നാനിയിൽ നിന്ന് KS ഹംസ മത്സരിക്കുന്നതും CPMൻ്റെ അതേ ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ്. നിലവിൽ പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിലുള്ള ഏക സംസ്ഥാനം എന്ന് പറയപ്പെടുന്ന കേരളമാണ്. ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക. ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടാതെ CPMന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിലവിലിപ്പോൾ ലോക്സഭയിൽ 3 അംഗങ്ങളാണ് CPMനുള്ളത്. ദേശീയ തലത്തിൽ ആകെ 1.75% വോട്ടാണ് ഈ പാർട്ടി നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. വോട്ട് ശതമാനത്തിൽ വർധനവുണ്ടാകേണ്ടത് ദേശീയ പാർട്ടി പദവിക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതാണ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഭൂരിഭാഗം നേതാക്കളെ മത്സരിപ്പിച്ചുകൊണ്ട് വിജയിപ്പിച്ചെടുക്കുവാനുള്ള ഒരു തന്ത്രം ഇവിടെ CPM പയറ്റുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് അതുകൊണ്ടാണ്. മൊത്തം വോട്ടിൻ്റെ 6% അല്ലെങ്കിൽ 4 അതിലധികം സംസ്ഥാനത്തായിട്ട് CPMന് ആവശ്യമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായി 4 പാർലമെൻറ്റ് അംഗങ്ങളെയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതും വസ്തുതയാണ്. അതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ലോക്സഭയുടെ മൊത്തം സീറ്റിൻ്റെ 2% ലഭിച്ചാലും ദേശീയ പാർട്ടി പദവി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. അത് കിട്ടണമെങ്കിൽ തന്നെ അത് 11 സീറ്റ് വേണം. 3 സംസ്ഥാനങ്ങളിൽ കുറയാതെ ഈ സീറ്റ് ലഭിക്കുകയും വേണമെന്നുള്ളതാണ്. ഇനി ഈ സ്വതന്ത്ര വെച്ചുള്ള ഒരു പരീക്ഷണമുണ്ടല്ലോ, അത് നടക്കില്ല. ഇടുക്കിയിലും എറണാകുളത്തും ചാലക്കുടിയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുൻകാലങ്ങളിൽ CPMന് അനുകൂലമായി ഫലം വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്, സമ്മതിക്കുന്നു. കേരളം, തമിഴ്നാട്, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി CPMന് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ബംഗാളിൽ നിയമസഭയിലും സംസ്ഥാനത്ത് നിന്ന് പാർലമെൻറ്റിലും CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ്. ദേശീയ പാർട്ടിയായാൽ പൊതുചിഹ്നം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ്. ഡൽഹിയിൽ പാർട്ടി ഓഫീസുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കൂടുതൽ താരപ്രചാരകരെയും പ്രചരണത്തിന് ഇറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 2004 43 സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഈ CPM. ബംഗാളിൽ നിന്ന് മാത്രം 26 സീറ്റ്, കേരളത്തിൽ നിന്ന് 12 സീറ്റ്, കൂടാതെ തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് 2 വീതം സീറ്റുകൾ, ആന്ധ്രാപ്രദേശിൽ നിന്ന് 1 സീറ്റ്, ഇങ്ങനെ 43 സീറ്റുകൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു CPM. 2009 ഇത് 16 സീറ്റും 2014 9 സീറ്റും 2019 3 സീറ്റുമായി കുറയുകയായിരുന്നു CPM. വളർച്ച പടവലം പോലെ താഴോട്ടാണ് CPMൻ്റെ വളർച്ച എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ദേശീയ പദവി നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ 2024 CPM നേരിടാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 സീറ്റെങ്കിലും ലഭിച്ചില്ലെങ്കിൽ
ദേശീയ പദവി നഷ്ടമാക്കുകയും ഒപ്പം തന്നെ പ്രാദേശിക പാർട്ടിയായി തരം താഴുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ പാർട്ടി മാറും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അണികൾ പോയിട്ട് നേതാക്കൾ പോലുമില്ല. നേതാക്കളടക്കം ബംഗാളിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ത്രിപുരയിലും അത് തന്നെയാണ് അവസ്ഥ. ഇനി ആകെ ചെങ്കൊടി പാറുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ നിന്ന് പരമാവധി ലഭിക്കാൻ പോകുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 4 അല്ലെങ്കിൽ 5, അതിൽ മുകളിലേക്ക് ഈ പാർട്ടിക്ക് ലഭിക്കില്ല. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത് ഒരേ ഒരു സീറ്റ് മാത്രമാണ്. മറ്റൊരു സംസ്ഥാനങ്ങളിലും CPM-ന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യം വന്നാൽ ആകെ 6 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും CPM. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടമാകും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ദേശീയ പാർട്ടിയല്ലാത്ത CPM-ന് വേണ്ടി വോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അണികൾ പോകും. അങ്ങനെ വലിയ ആശങ്കയിലാണ് CPM എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടത് സ്വതന്ത്രർക്ക് പോലും അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നം നൽകി CPM-ന്റെ പാർട്ടി പദവികളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ മത്സരിപ്പിക്കുന്നത്. ഇത്രയും നാണം കെട്ട, ഇത്രയും ഗതികെട്ട ഒരു പാർട്ടി CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഇനി ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് വരുന്നത്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ പാർട്ടിയെ തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും.